ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഒരുവിധം ആരും ഈ ഒരു ടൈപ്പ് വെണ്ടയ്ക്ക ഉപ്പേരി കഴിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ഇതിന്റെ റെസിപ്പി കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഗുജറാത്തിയാണ്. അപ്പൊ അവള് കോളേജിൽ വരുമ്പം ചപ്പാത്തിയുടെ ഒപ്പം അവരൊക്കെ ഇങ്ങനെ ഉപ്പേരി പോലത്തെ സംഭവങ്ങളാണല്ലോ കഴിക്കുക. ഇതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ നമ്മുടെ ഒരു വേർഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അവര് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കുക. നമുക്കിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ പറയാം. വെണ്ടയ്ക്ക അത് നിങ്ങൾക്ക് ഏത് നീളത്തിൽ വേണേലും കട്ട് ചെയ്യാം കേട്ടോ. അവള് കുറച്ചും കൂടെ നീളത്തിലാണ് കട്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തേ ഉള്ളൂ, രണ്ട് സൈഡും ഒഴിവാക്കിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടുക്, കുറച്ച് ഉലുവ അങ്ങനെ ഇടുമ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പം നമ്മൾ ഇടയ്ക്ക് ഉലുവ ഇങ്ങ് കടിച്ചു പോകുമ്പോൾ ഒരു കയപ്പ്. അപ്പൊ ഞാൻ ഉലുവ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പൊ ഉലുവ വേണം. പിന്നെ വറ്റൽമുളക്, കരിവേപ്പില, അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും അതായത് സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ വേണ്ടു. ചടപടേന്നാവും. ഒന്നത് വാട്ടിയെടുക്കേണ്ട ടൈം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല, ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റ് ആവട്ടെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. വെളിച്ചെണ്ണ മെൽറ്റ് ആയിട്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ആസ് യൂഷ്വൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി ഓൾമോസ്റ്റ് സെറ്റ് ആവുമ്പോ ആവട്ടെ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച് ഉലുവ ഇടാം. അതേപോലെ കരുവേപ്പിലയും വറ്റൽമുളകും. ഇനി ഇതിലേക്ക് നമ്മൾ വേഗം തന്നെ വെണ്ടയ്ക്ക ഇടും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചു നേരം നമ്മുടെ തീ ഹൈയിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ആ വെണ്ടയ്ക്കയിൽ നിന്നുള്ള ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് വേഗം വറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന്റെ മേലെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ കിടന്ന് സോട്ടാവട്ടെ. ഒന്നുകൂടെ സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലിരുന്ന് നമുക്ക് സിമ്മാക്കി കൊടുക്കാം. അതിലിരുന്ന് നമുക്ക് എന്താ പറയാ, നല്ലോണം വരണ്ട് വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ഒന്ന് ഇളക്കി കൊടുക്കണേ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് മൂടി വെക്കാനേ പാടില്ല. മൂടി വെച്ചാൽ വെള്ളം ഇറങ്ങിയിട്ട് അത് ചപ്പിളിവിളിയാവും. അപ്പൊ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് അതിന്റെ ഒരു എന്താ പറയാ, നീരോ എന്തായാലും പറയാ, അതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് സിമ്മിൽ തന്നെ വെക്കണം. ഇനി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. കാരണം ഈ പൊടികൾ ഇടുമ്പോ ഒന്ന് ഡ്രൈ ആവുമല്ലോ. നമുക്കിത് നല്ലോണം ഇങ്ങനെ എന്താ പറയാ, നല്ലോണം ക്രിസ്പാക്കി എടുക്കണം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആവശ്യമുണ്ട്. അപ്പോ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. യൂസ് ചെയ്യുന്നത് ഏതാച്ചാ അതന്നെ യൂസ് ചെയ്യാന്നുള്ളത്. ഒന്നും കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടെ സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ. ഡ്രൈ ആയി നല്ലോണം
എന്താ പറയാ, നല്ലോണം ഇതൊന്ന് ചുരുങ്ങും. അതാണ് അതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. നന്നായിട്ട് ചുരുങ്ങും ഈ വെണ്ടയ്ക്കൊക്കെ പാട് സിമ്മിലിരുന്ന് നന്നായിട്ട് ഇതാവുമ്പോൾ. അപ്പൊ അത്ര നേരം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാം, അങ്ങനെ. ഓക്കെ. എപ്പോഴും എടുക്കുമ്പോൾ ഒരു പരന്ന പാൻ എടുക്കാൻ ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്താന്ന് വെച്ചാല് അങ്ങനെ ആകുമ്പം എല്ലാം അങ്ങോട്ട് എന്താ പറയുക നിലത്ത് തട്ടുമല്ലോ. അതായത് നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം പാനിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ എല്ലാം വെന്തോളും, വേവുമല്ല ആ ഒരു പാകത്തിൽ എത്തിക്കോളും. ഓക്കെ, പാകമായി തുടങ്ങുന്നുണ്ട്, ഒരു 80% ആയി. കുറച്ചു നേരം കൂടെ ആയാൽ സെറ്റ് ആവും കേട്ടോ. കണ്ടോ, അത് നല്ല ഇങ്ങനെ മൊരിഞ്ഞ പോലെ വരുന്നുണ്ട്. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒഴിച്ചില്ലേ, നിങ്ങൾ കണ്ട അത്ര വെളിച്ചെണ്ണനെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതില് കടന്ന് ഇങ്ങനെ എന്താ പറയാ, സിമ്മില് തീയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ഇങ്ങനെ ആയി കിട്ടും. അപ്പോ ഒരു 80% ആയി. കുറച്ചു നേരം കൂടെ നമുക്ക് ഇതേപോലെ ഫുൾ ടൈം ഇളക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാതിരിക്കാനും അടി കരിയാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാത്ത സമയത്ത് നല്ലോണം ഇങ്ങനെ പരത്തിയിടുക, എല്ലാ ഭാഗവും അടിയിൽ തട്ടുന്ന രീതിയിൽ പരത്തിയിടുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ആയിക്കോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്കോ ബൗളിലേക്കോ മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, ഒരു വെണ്ടയ്ക്ക ഫ്രൈ തന്നെ വേണമെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ ഒപ്പം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിന്റെ ഒപ്പം അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് ഈ ഉലുവ പൊടിച്ചിടണമെന്ന് വിചാരിക്കേണ്ട, അത് അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ സ്വതവേ ഈ പുളിയുള്ള കറികളിലൊക്കെയാണല്ലോ ഉലുവ പൊട്ടിക്കുക, ഇത് അതുപോലെയല്ല, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.